പൂഞ്ഞാറിൽ PC ജോർജിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് CPIM നിയോജക മണ്ഡലം കമ്മിറ്റിയിൽ ഭൂരിപക്ഷ അഭിപ്രായം. ജോർജിന് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചാൽ സമീപ മണ്ഡലങ്ങളിലെ ജയസാധ്യതയെ ബാധിക്കുമെന്ന വിലയിരുത്തലുമുണ്ടായി. ഇക്കാര്യം ഔദ്യോഗികമായി സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കാനും തീരുമാനിച്ചു. മുണ്ടക്കയത്ത് ചേർന്ന പൂഞ്ഞാർ കാഞ്ഞിരപ്പള്ളി ഏരിയ കമ്മിറ്റികളുടെ യോഗത്തിലാണ് ജോർജിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ഭൂരിപക്ഷ അഭിപ്രായമുണ്ടായത്. 42 പ്രതിനിധികളിൽ 40 പേരും ജോർജിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്ന അഭിപ്രായമാണ് പ്രകടിപ്പിച്ചതെന്നാണ് സൂചന. ജോർജിന് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കുന്നത് പാല അടക്കമുള്ള മണ്ഡലങ്ങളിൽ ദോഷമുണ്ടാക്കുമെന്നും വിലയിരുത്തലുണ്ടായി. മാത്രവുമല്ല, സീറ്റ് നിഷേധിച്ചാൽ ജോർജ് സ്വതന്ത്രനായി മത്സരിച്ചാൽ ഇടതു സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താനാവും. ഇക്കാര്യങ്ങൾ ഔദ്യോഗികമായി സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കാനും യോഗത്തിൽ ധാരണയുണ്ടായി. പ്രാദേശിക ഘടകങ്ങളിൽ നിന്നുള്ള എതിർപ്പുകൊണ്ടാണ് ജോർജിന് സീറ്റ് നൽകാനാവില്ലെന്ന നിലപാട് സ്വീകരിച്ചതെന്നാണ് CPM സംസ്ഥാന നേതൃത്വം നേരത്തെ വ്യക്തമാക്കിയത്. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന് PC ജോർജിന് സീറ്റ് നൽകുന്നതിൽ യോജിപ്പാണുള്ളത്. എന്നാൽ ജോർജിന് സീറ്റ് നൽകുന്നതിനെ എതിർക്കുന്നത് പിണറായി വിജയനാണ്. കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മാത്യു അറയ്ക്കലിന്റെ ശുപാർശ പ്രകാരം മുൻ കാഞ്ഞിരപ്പള്ളി MLA ജോർജ് മാത്യുവിനെ പൂഞ്ഞാറിൽ സ്ഥാനാർത്ഥിയാക്കാനായിരുന്നു പിണറായിക്ക് താല്പര്യം. എന്നാൽ കോൺഗ്രസ് MLA ആയിരുന്ന ജോർജ് മാത്യുവിന് സീറ്റ് നൽകുന്നതിനെതിരെ ശക്തമായ വികാരമാണ് ഉണ്ടായത്. ജോർജ് മാത്യുവിന് സീറ്റ് നൽകരുതെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം CPM നേതാക്കൾ VS അച്യുതാനന്ദനെ കണ്ടിരുന്നു. പൂഞ്ഞാർ സീറ്റ് ജനാധിപത്യ കേരള കോൺഗ്രസിന് നൽകി PC ജോസഫിനെ മത്സരിപ്പിക്കാനുള്ള നീക്കം നടക്കുന്നതായും വാർത്തകളുണ്ടായിരുന്നു. റിപ്പോർട്ടർ, കോട്ടയം.